അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്പിയാക്കളെയും ഔലിയാക്കളെയും വഹാബികൾ നിന്ദിച്ചപ്പോൾ നജസിൽ ഗവേഷണം ചെയ്തെടുത്ത തൗഹീദാക്കി അല്ലാഹു തആല അവരെ നിന്ദിച്ചതുപോലെ അമ്പിയാക്കളുടെ പേരിലും ഔലിയാക്കളുടെ പേരിലും പച്ച നുണകൾ അടിച്ചുവിട്ട് പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും ചീത്ത പറയുകയും തരം താഴ്ത്തുകയും ചെയ്തപ്പോൾ അല്ലാഹു തആല കുരുവട്ടൂരികളെയും നിന്ദിച്ചു കളഞ്ഞു. വഹാബികളെ പോലെ അവർക്കും കിട്ടി ഒരു നജസ്. വഹാബികളിൽ ഒരു വിഭാഗമായ KNM ലഭിച്ചത് AP അബ്ദുൽ ഖാദിർ മൗലവിയുടെ കാട്ടത്തിൽ നിന്നുണ്ടാക്കിയ തൗഹീദാണെങ്കിൽ മറ്റൊരു വിഭാഗമായ വിസ്റ്റം ജിന്നൂരികൾക്ക് ലഭിച്ചത് കോണകം മുക്കിയ വെള്ളം കൊടുത്തുള്ള തൗഹീദാണെങ്കിൽ കുരുവട്ടൂരികൾക്ക് ലഭിച്ചിരിക്കുന്നത് ഹാഫിലിന്റെ ബൗലു ഷെരീഫാണ്. മൂത്രത്തിന് അറബി നാമം കൊടുത്താൽ അത് ഷറഫാക്കപ്പെട്ടതാകുമെന്നാണ് യാതൊരു വിവരവും അന്തവുമില്ലാത്ത കുരുവട്ടൂരികൾ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് ബൗലു ഷെരീഫ് എന്ന പേരിട്ടുകൊണ്ടാണ് ഹാഫിലിന്റെ മൂത്രത്തെ അവർ മഹത്വവൽക്കരിക്കുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. പറയണ കേട്ടൊന്നുമല്ല, സത്യമാണ് സത്യമാണ് സത്യമാണ്, നമ്മളത്ര അനുഭവിച്ചതാണ്. പറയുന്നത് കേട്ടോന്നല്ല, സത്യമാണ് സത്യമാണ് സത്യമാണ്, നമ്മളത്ര അനുഭവിച്ചതാണ്. ആ മൂത്രം നമ്മളത്ര കുടിച്ചതാണ്. പിന്നെ ബൗലു ഷെരീഫ് മൂത്രത്തിന്റെ കാര്യം അങ്ങനെ അനുഭവിച്ചിട്ട് എഴുതിയല്ല. അതാണ് നിങ്ങൾ അനുഭവിക്കേണ്ടത്. അപ്പോഴാണ് കുരുവട്ടൂരികളാവുള്ളൂ. മറ്റേ വിയർപ്പിന് കസ്തൂരി മണ്ണുള്ളവർക്ക് മൂത്രത്തിന് പനീറാവും. കാരണം സൂഫിയാക്കൾ ചരിത്രത്തിലൊക്കെ ഉണ്ട്, ഔലിയാക്കന്മാരുടെ സ്വഭാവത്തിലൊക്കെ അങ്ങനെ ഉണ്ട്. അത് അങ്ങോട്ട് അങ്ങനെ സങ്കല്പിച്ച് എഴുതിയതാണ്. വിഷ്ടം ജിന്നൂരികളും ഇരുട്ടിന്റെ മറവിൽ കേട്ട ശബ്ദം സങ്കല്പിച്ചുണ്ടാക്കിയതാണ് ജിന്നാണെന്ന്. കളവ് മാത്രം പറയുന്ന കുഫ്രിയത്ത് വാദമുള്ള ഹാഫിലിന്റെ മൂത്രത്തിന്റെ ഗന്ധം കസ്തൂരിയേക്കാൾ മഹത്വമുള്ളതാണെന്ന് കുരുവട്ടൂരികളും സങ്കല്പിച്ചെഴുതിയതാണ്. പേച്ചവരൊക്കെ സങ്കല്പത്തിലൂടെയാണല്ലോ മുന്നോട്ട് പോവുക. കാരണം ഇവരുടെ ഒക്കെ നേതാവ് അബൂജഹലാണല്ലോ. അബൂജഹലും സങ്കല്പത്തിന്റെ ആളായിരുന്നല്ലോ. വിയർപ്പിന് കസ്തൂരി മണമെന്നുള്ളത് എപ്പോഴും നമുക്ക് അനുഭവിക്കണമാണ്, മനസ്സിലായില്ലേ? ഹാഫിലിന്റെ വിയർപ്പിന് കസ്തൂരി മണമാണെന്നുള്ളത് എപ്പോഴും അനുഭവിക്കുന്നതാണ്. മൂക്കത്ത് വലിയൊരു ടർക്കി വെച്ചാണെന്ന് മാത്രം. ഏറ്റവും നല്ല ഭയങ്കര വിയർത്താല് മനുഷ്യന്റെ ശരീരത്തിൽ നാട്ടിലുണ്ടാകുക, ബനിയനൊക്കെ. അതെ, നാറിയിട്ടൊരാൾക്ക് അടുക്കാൻ കഴിയില്ല. ഹാഫിലിന്റെ അടുത്ത് പോയാൽ പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ്. കാരണം ആ വിയർപ്പൊക്കെ ഉണ്ടാകുന്നത് മഹാന്മാരെ ചീത്ത പറഞ്ഞും മഹാന്മാരുടെ പേരിൽ കളവ് പറഞ്ഞും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ റൗളയിൽ ഇപ്പോഴില്ല എന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ ഉണ്ടായ വിയർപ്പാണല്ലോ. അതുപോലെ സ്വന്തം നാട്ടിലുള്ള ആളുകളെ വിസ തട്ടിപ്പിലൂടെ പറ്റിച്ചുണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുണ്ടായ വേർപ്പാണല്ലോ. അതുകൊണ്ട് ഹാഫിലിന്റെ വേർപ്പിന്റെ നാറ്റത്തെ കുറിച്ച് ഞങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. അവരുടെ ബനിയൻ ഇപ്പോഴും ഒരു സ്ഥലത്തുണ്ട്. നല്ല വേർത്ത് വന്ന സമയത്ത് ആ വീട്ടുകാരൻ വലിയ ഉസ്താദാ, അവളെ പറയില്ല. കള്ളത്തൊരീക്കത്തുകാർ എപ്പോഴും ഇങ്ങനെയാ. വലിയ ഉസ്താദിന്റെ വീട്ടില്, വലിയ തങ്ങളെ വീട്ടില്, വലിയ ആചാര വീട്ടില് ഞങ്ങളെ ഷെയ്ഖിന്റെ സൗസറുണ്ട്, ബനിയനുണ്ട്, അവരത് ഒലക്കപ്പത്തായത്തിൽ വെച്ചിരിക്കുകയാണ്, സ്വർണത്തെക്കാൾ അതിന് മഹത്വം കൽപ്പിക്കുകയാണ് എന്നൊക്കെ പറയും. പക്ഷെങ്കില് ആ വലിയ ആചാരുടെ പേര് പറയൂല, ആ വലിയ ഉസ്താദിന്റെ പേര് പറയൂല, ആ വലിയ തങ്ങളെ പേര് പറയില്ല. പറഞ്ഞാ പൊളിഞ്ഞു പോവല്ലോ. അതുകൊണ്ട് ഹാഫിദ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബടായി പൊട്ടിക്കുക എന്നല്ലാതെ അറിയാതെ പോലും ഒരു പേര് ഉച്ചരിച്ചു പോവരുതെന്ന്. വലിയ ഉസ്താദ് കുറെ യാചിച്ച് ബനിയൻ വാങ്ങി ആദ്യം ഊരിപ്പിച്ച്, പിന്നെ യാചിച്ച് ആ ബനിയനിങ് തരി ഊരിപ്പിച്ചതിന് ശേഷമാണ് യാചിക്കുന്നത്. ഓക്കെ, പുതിയ ബനിയന് വാങ്ങിക്കൊടുത്ത ബനിയൻ ഇപ്പോഴും കസ്തൂരിന്റെ മണ. നമ്മളതൊക്കെ വേർപ്പായി തിരുമ്പാതെ വെച്ചാൽ പിറ്റേന്ന് നാറ്റുണ്ടാവില്ലേ? അതുപോലെ തന്നെ ഹാഫിലിന്റെതും ഉണ്ടാവും. മനസ്സിലാക്ക അനുഭവം തന്നെയാണ്, ഒന്നും വെറുതെ പറഞ്ഞല്ല. നിങ്ങളോട് പത്രക്കെ പറഞ്ഞാൽ അല്ല, നിങ്ങൾ പറഞ്ഞൊന്നും വെറുതെ അല്ല, നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ വലിയ ഉസ്താദിന്റെ പേരെന്ന് പറഞ്ഞാല് നമ്മക്കൊന്ന് അവിടെ പോകായിരുന്നു. കസ്തൂരി ആണെങ്കിൽ അടുത്ത് പോകാം. അതല്ല, മൂത്ര ഷെരീഫാണെന്ന് അറിഞ്ഞാല്
ഉമ്മക്ക് ഇങ്ങ് തിരിച്ചു പോരാലോ. അതുകൊണ്ട് നിങ്ങൾ ആളെപ്പറ കസ്തൂരിയുടെ വാസനയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്. ആ കസ്തൂരിയുടെ വാസന എല്ലാവരും ഒന്ന് ആസ്വദിക്കട്ടെ. നിങ്ങൾ എന്തിനാ അത് മറച്ചു പിടിക്കുന്നത്? സ്വന്തം ശൈഖിന്റെ കസ്തൂരി വാസന അനുഭവിക്കുന്ന സ്ഥലവും അവിടുത്തെ ആളുകളും ആരാണെന്ന് അറിഞ്ഞാലല്ലേ, അത് അനുഭവിച്ചാലല്ലേ നിങ്ങളെ ശൈഖിന്റെ മഹത്വം മാലോകരറിയുള്ളൂ. അപ്പൊ നിങ്ങളും ആഗ്രഹിക്കുന്നത് നിങ്ങളെ ശൈഖ് വലിയ മഹത്വമുള്ള ആളാണെന്ന് ആരും അറിയണ്ടെന്നാണോ? അതോ ഈ പറയുന്നതൊക്കെ പച്ച നുണയാണെന്ന് ജനം തിരിച്ചറിയുമെന്ന ഭയം കൊണ്ടാണോ? എങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരം പച്ചക്കളവ് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്നത്, അതിലൂടെ വരുമാനം കൂട്ടുന്നത്? കോടിക്കണക്കിന് രൂപ വഹാബികളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ. കുവൈറ്റിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നൊക്കെ ജാതിമത വ്യത്യാസമില്ലാതെ എന്ന് പറയുന്നത് പോലെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ സർവ വഹാബികളും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തരുന്നുണ്ടല്ലോ. പിന്നെന്തിനാണ് ഹാഫിലിന്റെ മൂത്രവും കാഷ്ടവും വേർപ്പും വിറ്റ് ജീവിക്കുന്നത്? ആ വേസ്റ്റൊക്കെ സൂക്ഷിച്ചു വെക്കാതെ കുരുവട്ടൂരുകളെ എവിടെയെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപക്ഷെ സ്വന്തം വീട്ടുകാർ പോലും നിങ്ങളെ അടുപ്പിക്കാതെ പുറത്താക്കുന്ന ഒരവസ്ഥ വരും. നിങ്ങളുടെ ഷെയ്ഖായ ഹാഫിദ് ഒരത്തറും പൂശാതെ ആ വിയർപ്പ് ഒരു തുള്ളി കുപ്പിയിലാക്കി നിങ്ങളൊന്ന് പ്രദർശിപ്പിക്കൂ, ഞങ്ങളൊന്ന് കാണട്ടെ ആ കസ്തൂരിയുടെ വാസനയുള്ള വിയർപ്പ്. ഇങ്ങനെ തട്ടിപ്പിലൂടെ പണമുണ്ടാക്കി ആളുകളെ വഞ്ചിച്ച് വഹാബികളെ പോലെ ജീവിക്കുന്നതിലും പകരം അധ്വാനിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. സകല പിഴച്ച ത്വരീഖത്തുകാരും വഹാബികളും അവരുടെ ശൈഖിന്റെയും അവരുടെ നേതാക്കന്മാരുടെയും നജസുകളാണ് ഇവർ മഹത്വവൽക്കരിക്കുക. അത് മുസ്ലിമീങ്ങൾക്ക് അവരെ തിരിച്ചറിയാനുള്ള അടയാളമായി റബ്ബ് കണക്കാക്കിയതാകാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.